ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു അടാറ് വിളവെടുപ്പാണ് കേട്ടോ വഴുതനങ്ങൻ്റെ. ഒരുപാട് വഴുതനങ്ങ ഇറക്കാനുണ്ട്. നമ്മളിപ്പോൾ ഒരാഴ്ചയൊക്കെ ആയിട്ടോ വഴുതനങ്ങ ഇതിന്മേൽ അറുത്തിട്ട്. അപ്പോൾ നമ്മൾ കുറേ വഴുതനങ്ങ നമുക്കിത് പറിക്കാണ്ട് കേട്ടോ. ഞാനത് കുറച്ച് ദിവസം മുന്നേ അതിൻ്റെ കായൊക്കെ കഴിഞ്ഞപ്പോൾ തലയൊക്കെ വെട്ടിക്കൊടുത്ത് നിർത്തിയതായിരുന്നു. പിന്നെ പുതിയ ചെറിയ ചെറിയ കൊമ്പുകൾ ഉണ്ടായിട്ട് അതിന്മേൽ നിറയെ വഴുതനയാണ്. അപ്പോൾ നമ്മളെ ദിൽഷക്കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവളാണ് പറിക്കണം കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമാണ് പച്ചക്കറി പറിക്കലൊക്കെ. അപ്പോൾ അവൾ പറിച്ചോളാന്നും പറഞ്ഞിട്ട് അവൾ തന്നെ കത്രികയൊക്കെ എടുത്ത് അവൾ തന്നെ ഇതാ പൊട്ടിക്കണം. ഈ ഇത്രയും വെയിലും ചൂടിലും എന്ത് ഉഷാറായിട്ടാണ് നോക്കാൻ വഴുതന നിൽക്കുന്നത്. നമ്മൾ 2 നേരം നല്ലോണം വെള്ളം നനച്ചെടുക്കും. പിന്നെ ഓരോ ജൈവ സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുക്കും. ഇത്തിരി ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. നല്ല ഉഷാറായി നിൽക്കണ കണ്ടില്ലേ. ഇത്രയും വെയിലത്താണ് ഇത് നിൽക്കണമെന്ന് തന്നെ തോന്നുന്നില്ല. അത്രയും പച്ചപ്പിലാണ് നിൽക്കുന്നത്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇത് നമുക്ക് വലിയ മുതൽ മുടക്കോ വലിയ മെനക്കെടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് കുറച്ച് ചട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി. ഗ്രോ ബാഗോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നമുക്ക് എവിടെയെങ്കിലും മുറ്റത്തിൻ്റെ എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കാം. നമ്മുടെ വഴുതനയൊക്കെ പറിച്ചു. ഇനി ഇതാ ഒരു വെള്ളരി ഉണ്ട് ഇവിടെ. വെള്ളരി കണ്ടിരുന്നില്ല, അതാ ചട്ടിയിൽ നിന്ന് കിടന്നിരുന്നു. അപ്പോഴാണ് കുറച്ച് 2 ദിവസം മുന്നേ ഞാൻ ഈ വെള്ളരി കണ്ടിട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇനി അതും പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും ദിൽഷക്കുട്ടി ഇതാ പറിച്ചിരിക്കണം. കണ്ടില്ലേ എന്താ വലിപ്പം, നല്ല വലിയ വലിപ്പമുള്ളതാണ്. എത്രയും വഴുതന കിട്ടിയിട്ടൊന്ന് എന്താ സൂപ്പറല്ലേ, മാഷാ അല്ലാ. നമ്മളതാ പുതിന ഉണ്ടോ, പുതിന എന്ത് ഉഷാറിലാണ് നിൽക്കണേ നോക്കിയൊക്കെ. നമുക്ക് അത്യാവശ്യങ്ങൾ വരുമ്പോൾ ഇതിൽ നിന്ന് വേഗം എടുത്തു കൊണ്ടാ. പിന്നെ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയാണ്. ഒരു വെള്ളരിയും കൂടെ ഉണ്ട്. അത് നമ്മളെ പാരപ്പറ്റിൻ്റെ ബാഗ് കൂടെ പോയിട്ടാണ് ഉണ്ടായിരിക്കണം കേട്ടോ. നമുക്കത് പറിക്കാൻ കിട്ടൂല. പറിക്കാൻ കഴിയും നമുക്ക് സൺസൈഡുമൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ പോയിട്ട് വേണം പറിക്കാൻ. അപ്പം ഇത് പിന്നെ പറിക്കാം. നമ്മളൊന്നൊരു വെള്ളരി പറിച്ചല്ലോ, ഇനി പിന്നെ പറിക്കാൻ എഴുതിയതോടെ നിർത്തിയിട്ടാണ്. എൻ്റെ വഴുതനയൊക്കെ അതാ കായൊക്കെ പറിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ കായകളൊക്കെ വരുന്നുണ്ട്. ഇനി 4 ദിവസം കഴിയുമ്പോഴത്തേനും നമുക്ക് പിന്നെയും പറിക്കട്ടോ. അത്ര പെട്ടെന്ന് ഉണ്ടാവും. ഇതാണ് എൻ്റെ പീച്ചിൽ. കുപ്പിയിലാക്കി ഇട്ടതാണ് ഇന്ന്. ഇനി ഞാനൊരു ഈച്ചയൊന്നും കുത്തൂല, അതിൽ കിടന്നുണ്ടായിക്കോളും. എൻ്റെ പീച്ചിൽ അതിൻ്റെ പുതിന ഈ പാത്രത്തെ